ഹായ് ഹലോ എല്ലാവർക്കും MJC ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എറണാകുളത്തോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് പിന്നെ വേറെ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എറണാകുളം പോകുന്നതിന്റെ ഫസ്റ്റ് ഡേ വ്ളോഗാണിത്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഫുള്ള് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ പോവുകയാണ്. നമ്മൾ അച്ഛൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് പൂച്ചകളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ അവര് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, ബോർഡിംഗ് ഒക്കെ പെറ്റ് ബോർഡിങ്ങും കൂടെ ഉള്ള. അത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്, ഗ്രൂമിങ് ഇതുകൊണ്ട്, ബോർഡിങ്ങും ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടാണ് നമ്മൾ എപ്പോഴും ആക്കാറുള്ളത്. എപ്പോഴും നമ്മൾ നാട്ടിൽ പോയാലൊക്കെ അവിടെ ആക്കാറുള്ളത്. അപ്പൊ അവരെ വിളിച്ച് നമ്മളിപ്പോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വീട്ടിൽ വന്ന്, നമ്മൾ അടുത്തായതുകൊണ്ട് വീട്ടിൽ വന്ന് തന്നെ അവർ എടുത്തോളും. അപ്പോൾ മറ്റത് പിന്നെ ഭയങ്കര വെയിറ്റ് ആണ് നമ്മൾ ഇവരെ പൊക്കിക്കൊണ്ട് പോകണമെങ്കിൽ. എന്നിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. കുറച്ച് നേരത്തേക്ക് ഇറങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ സ്വാഭാവികമായും നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർ വന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ ഗൈസ്, നമ്മൾ എപ്പോഴും വിചാരിക്കും കൊണ്ടുപോകുന്ന ബാഗുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന്. ബട്ട് ഈ പ്രാവശ്യവും നമ്മൾ പതിവ് തെറ്റിക്കാതെ 5 ബാഗുകളിൽ കൂടുതൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരെ കൂട്ടിൽ കയറ്റണം. ഇവരെ കേജ് ജസ്റ്റ് നമ്മൾ എടുത്തിങ്ങനെ മുകളിലോട്ട് വെക്കുമ്പോൾ തന്നെ ഇവർക്ക് സംഭവം പിടികിട്ടും. ബോർഡിങ്ങിലോട്ട് കൊണ്ടുപോവാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അത് കാരണം അതിലോട്ട് ഇതാക്കാൻ ഇത്തിരി പാടാണ്. ഒരാളെ കാണുന്നോലുമില്ല, കുക്കൂരെ കാണുന്നില്ല, എവിടെയോ ഒളിച്ച്. അതാ ഇവിടെ 2 പേര് ഇവിടെ ഒളിച്ചിരിക്കുന്നു. ഞാൻ ഇനി ചെല്ലട്ടെ, ഞാൻ തന്നെ എടുക്കട്ടെ. അപ്പൊ നമ്മള് ഇവരെ 4 പേരെയും വിജയകരമായി കൂട്ടിൽ കയറ്റിയിട്ടുണ്ട്. എജ്ജടാ, ഇനി 4 ദിവസം കഴിഞ്ഞ് കാണാവേ. ഫുഡൊക്കെ കഴിക്കണേ. അപ്പൊ അവരിപ്പ വരും, ഇവരെ പിക്ക് ചെയ്യാനായിട്ട് അവരിപ്പ വരും. അവരെ വിളിച്ചിട്ടുണ്ട്. ഇഞ്ചിട്ടോ 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 നോക്കാനൊരു മൈൻഡ് ഇല്ല. അവൻ പിണങ്ങി. 4 ദിവസം പിണക്കം വരും. മറ്റേ അവൻ നോക്കണോ തല ഇരിച്ചിരി തറയിലോട്ടൊക്കെ നോക്കുന്നു. നോക്കുന്നില്ല, എന്നെ നോക്കുന്നേ ഇല്ല. ഇരിക്കണവൻ അപ്പം നമ്മളും കൂടി ഇപ്പം അവരുടെ കൂടെ പോകുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവരെ കൂട്ടിലാക്കുന്നത് നമ്മൾ കൺഫേം ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാ. നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഒരു ലൈൻ മുകളിലോട്ട് വന്നിട്ട് ജസ്റ്റ് കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ആ ഒരു വീട് കണ്ടോ, ഇത് ഇവിടെ തന്നെയാണ്, കണ്ടോ, അത് തന്നെയാണ്. അപ്പോൾ ഭയങ്കര നല്ല അടുത്താണ്, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂവും പിന്നെ സ്പോട്ട് ഓൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്തിട്ടേ ഇവർ എടുക്കത്തുള്ളൂ. ഇപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ജസ്റ്റ് ഇവരുടെ ഡീറ്റെയിൽസും പിന്നെ സ്പോട്ട് ഓൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡേറ്റും വാക്സിനേഷൻ്റെ ഒക്കെ കൂടെ വെച്ച് നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവർ കേജിലാക്കും. അതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഇനി തിരിക്കാൻ. ഇപ്പം നല്ല ലാഗായി ഇവിടെ, വിചാരിച്ചതിനെക്കാട്ടിലും ലാഗായി ഇവിടെ. ഇവരുടെ ആക്സസറീസ് ഉള്ള ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെയാണ് ഗ്രൂമിംഗ് ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഡോറിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണ് ഇവരുടെ ബോർഡിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത്. ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും സെപ്പറേറ്റ് ആണ്. ഇവിടെയാണ് ക്യാറ്റിൻ്റെ ബോർഡിങ് വരുന്നത്. അവർ കേജിലാക്കിയിട്ടുണ്ട്. കേജിൽ തന്നെ ലിറ്റർ ബോക്സും പിന്നെ വെള്ളത്തിൻ്റെ ബൗളും ഫുഡ് ബൗളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലഗേജൊക്കെ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ ഓരോ ബാഗായിട്ട് കൊണ്ട് വയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം NH എന്തോ കുത്തിപ്പൊളിച്ചിട്ടേക്കാണെന്നാണ് അറിഞ്ഞത്. അത് കാരണം നമ്മളിപ്പോൾ MC റോഡ് വഴിയാണ് ഈ പ്രാവശ്യം പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ലാഗാവും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് പോകും.
ഇനി അല്ലെങ്കിൽ എവിടെ എത്തൂല. ഇപ്പം തന്നെ 1 മണിയായി. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ക്യാമറ ഇതൊക്കെ പിടിച്ചോണ്ട് നമ്മുടെ വ്ളോഗ് എടുക്കാനുള്ള ഫുൾ പ്രോപ്പർട്ടി വേണമല്ലോ. അപ്പോൾ ക്യാമറ, മൈക്ക് എല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള നമ്മൾ എടുക്കേണ്ടതൊക്കെ ഫ്രണ്ടിലും അല്ലാത്ത ഡിക്കിയിലും ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആര്യസ് പാർക്കിൽ വന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. അമ്മയും അച്ഛയും മീൽസാണ് പറഞ്ഞത്, ഞാൻ ചപ്പാത്തിയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് മീൽസ് കഴിക്കാറില്ല. അപ്പം എൻ്റെ ചപ്പാത്തി ഇനി വരണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ വാമനാപുരം എത്തി. ഇവിടെ ഇങ്ങോട്ടൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ നല്ല മഴയാണ്. ഇനി നമ്മൾ എറണാകുളത്ത് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വെതറിലൊക്കെ കാണിക്കുന്നത് ഒരു അടുത്തടുത്ത ദിവസത്തിലേക്ക് മഴയെന്നാണ് കാണിക്കുന്നത്. നീ പോകുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയും. ഇപ്പൊ ഒരു 4 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോ ചായ കുടിക്കാനും എന്തെങ്കിലും കഴിക്കുമോന്ന് അറിയത്തില്ല. ചായ കുടിക്കാനായിട്ട് നമ്മളിപ്പം ഇത് കട ഏതാ? സ്ഥലം എവിടെ? സദാനന്ദപുരത്ത് ഒരു KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം അവിടെ നമ്മളിപ്പോൾ വന്നു. ഇപ്പം സദാനന്ദപുരം എത്തി. ഇപ്പം സമയം കറക്റ്റ് 4 മണിയായിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് വേണം പിന്നെയും പുറപ്പെടാൻ. അല്ലാത്ത കറികളൊക്കെ റെഡിയാവാൻ കുറച്ച് നേരം ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഓൾറെഡി ഉള്ളത് പറഞ്ഞിട്ട് ജസ്റ്റ് ചപ്പാത്തി പൊറോട്ട പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ചെങ്ങന്നൂരെത്തി. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഹോട്ടലിൽ എത്താനായിട്ട് ഒരു 3 മണിക്കൂറും കൂടെയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തുമ്പോൾ ഒരു നൈറ്റ് 9 മണിയെങ്കിലും ആകും. വീണ്ടും നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വേറെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മളൊരു ലെമണേഡ് മാത്രം പറഞ്ഞു. വേറെ കഴിക്കാനൊന്നുമില്ല, ജസ്റ്റ് കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 9 മണിക്ക് എത്തുമെന്നാണ് വിചാരിച്ച. ഒരു 3/4 മണിക്കൂറും കൂടെ ലാഗായി. 9:45 നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പം നമ്മുടെ റൂം ഫുള്ള് കാണിച്ചു തരാം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ചെയർ ഇല്ല. പിന്നെ ബെഡ് വന്നിട്ട് ബെഡും ടേബിളുമായിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലാപ്ടോപ്പും സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു ടേബിൾ. ഇതിൽ ഇങ്ങനെ ഒരു ഡ്രോ വരുന്നുണ്ട്. ജ്വല്ലറി സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. പിന്നെ താഴെയും ഇങ്ങനെ ഒരു സ്പേസ്, 2ആയിട്ട് പാർട്ടീഷൻ ചെയ്ത ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള വെള്ളം തണുപ്പിക്കാനായിട്ട് വെക്കാം. വല്ല ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ അത് കൂൾ ചെയ്യാനായിട്ട് വെക്കാം. ഒരു നോർമൽ ഒരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മേക്കപ്പ് മിറർ പോലെ. ഓക്കെ, ഇനി ഇത് നമ്മുടെ നോർമൽ വാർഡ്രോബ് കബോർഡ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. കണ്ടോ, ഇതിൽ ഒരു ഡ്രോവർ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതിൽ 2 ഡ്രോവർ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഡ്രോർ, അവിടെ ഒരു അഡീഷണൽ ഡ്രോർ ഉണ്ട്, അതിൻ്റെ കൂടെ ഇതിലും 2 ഡ്രോർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ബെഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ടേബിൾ ലാമ്പൊക്കെ വെക്കില്ലേ, അതുപോലത്തെ ഒരു ചെറിയ ടേബിൾ, അതിലും ഇതേ കണക്ക് ഡ്രോറുണ്ട്. അത്യാവശ്യം നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ ഇതിന് മുകളിൽ വയ്ക്കാം, അലാറത്തിൻ്റെ ഇത്. പിന്നെ ഇവിടെയാണ് ഇതിൽ മറ്റേ ഫാനിൻ്റെ സ്വിച്ചുകൾ, ലൈറ്റിൻ്റെ സ്വിച്ച് എല്ലാം വരുന്നുണ്ട്. പിന്നെ AC-യുടെ കൺട്രോള് ആണ് ഇത്. ഇവിടെ ഇങ്ങനെ കുഞ്ഞൊരു സ്പേസ്, അത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ബെഡ്. ആ സ്പേസ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പുറത്തും ഉണ്ട് കേട്ടോ, അവിടെ ഒരു കുഞ്ഞ് സ്പേസ്, ഈ ഒരു ടേബിൾ പോലത്തെ കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഞ്ഞ് സ്പേസ്. ഓക്കെ, ബെഡ് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നിന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബെഡ്. ബെഡിന് ഇത്തിരി ലെങ്ത് കുറവാണ്, ബട്ട് ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ലൈറ്റിംഗ് ഒക്കെ കൊള്ളാം. പിന്നെ ഇതാണ് ഫാൻ, AC ഉണ്ട്, TV ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ടേബിള്, അതിൻ്റെ ഡ്രോവർ, ഇതിൻ്റെ താഴെ നമ്മളിപ്പോൾ ഷൂവും ഒക്കെ വെച്ചു. ഇത് അവരെ റിസപ്ഷനിലോട്ടൊക്കെ വിളിക്കാനുള്ള ഒരു ടെലിഫോണുണ്ട്. പിന്നെ ഇവിടെയും ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പ്ലഗ് പോയിന്റ് ഉണ്ട് കേട്ടോ, 3 പ്ലഗ് പോയിന്റ് ഉണ്ട്. ചെറിയൊരു സ്പേസ്. ഇപ്പം എക്സ്ട്രാ ബെഡ് കൊണ്ടിട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടർക്കി, പിന്നെ ബ്ലാങ്കറ്റ്, എക്സ്ട്രാ ബെഡിൻ്റെ കൂടെ വരുന്ന ഇത് തന്നെ. ഇത് ഞാൻ രാവിലെ കാണിച്ചു തരാം. അതൊരു സ്ലൈഡിങ് വിൻഡോ പോലെ ആണ്, ഒരു കർട്ടൻ പോലെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ട്രാൻസ്പെറൻ്റ് ഒരു ഇതുണ്ട്. പിന്നെ ഇത് സ്ലൈഡിങ് വിൻഡോ ആണ്, അത് ഞാൻ രാവിലെ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ചെയർ ഉണ്ട് കേട്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടിട്ടിട്ട് വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ ഒരു ചെയർ ഉണ്ട്, പിന്നെ ഒരു കെറ്റിൽ വരുന്നുണ്ട്, 2 കപ്പ്. പിന്നെ ഇതിൽ കോഫിയുടെ ഉണ്ടോ അമ്മ? 2 കോഫി 2 ടീ, അതിൻ്റെ പാക്കറ്റ് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. മെനു ഉണ്ട്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ പോയി പറയണ്ട, ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ലൈക്ക് ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കൊള്ളാം. അതായത് ഇപ്പോൾ കല്യാണത്തിനൊക്കെ വരുമ്പോൾ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ഇരുന്ന് തന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ ആയിട്ട് ലൈറ്റിംഗ് ഒക്കെ പക്കയാണ്. ഇത് അയണിങ്ങിൻ്റെയും ലോണ്ട്രിയുടെയും ഒക്കെ ഒരു ഫോമാണ്. അതിൽ ഓരോ ഡ്രസ്സും അതിൻ്റെ റേറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അയൺ ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം, അതുവരേക്കും ബൈ.